UDF, തമിഴ്നാട്ടിൽ TVK, പശ്ചിമ ബംഗാളിൽ BJP. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലിരുന്ന 3 സംസ്ഥാനങ്ങളിലും ഭരണം മാറി. 10 വർഷം ഭരിച്ച LDF കേരളത്തിലും 15 വർഷം ഭരിച്ച തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലും DMK തമിഴ്നാട്ടിലും കനത്ത പരാജയം ഏറ്റുവാങ്ങി. എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വിധി ചെറിയ ഞെട്ടലൊന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. ജനവികാരം, ഭരണവിരുദ്ധത തുടങ്ങിയ കാരണങ്ങൾക്കപ്പുറം ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന ചാലകമായി പ്രവർത്തിച്ച ഒരു ഫാക്ടറുണ്ട്. കോടികളുടെ വ്യവസായ സാമ്രാജ്യമായി വളർന്ന ആ ഫാക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കാൻ ജനപിന്തുണ മാത്രം പോരാ, കോടികൾ വിലയുള്ള കോർപ്പറേറ്റ് ബുദ്ധിയും വേണം. ഇതിനുവേണ്ടി ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ആശ്രയിച്ചു വരുന്നത് നിരവധിയായ പൊളിറ്റിക്കൽ കൺസൾട്ടൻസികളെയാണ്. IPAC, ഇൻക്ലൂസീവ് മൈൻഡ്സ്, പെൻ, ഷോർട്ട് ടൈം കൺസൾട്ടിംഗ്, ഡിസൈൻ ബോക്സ്, ABM ആൻഡ് വരാഹ അനലിറ്റിക്സ്, ജാർവിസ് കൺസൾട്ടിംഗ് എന്നിങ്ങനെ പോകുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അണിയറയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന ഇന്ത്യയിലെ പ്രമുഖ പൊളിറ്റിക്കൽ കൺസൾട്ടൻസികൾ. എന്നു മുതലാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ കൺസൾട്ടൻസികൾ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു തുടങ്ങിയതെന്ന് പരിശോധിച്ചാൽ അത് ചെന്ന് എത്തി നിൽക്കുക രാജീവ് ഗാന്ധി എന്ന പേരിലാണ്. 1980കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ സംഭവിച്ച രാഷ്ട്രീയ പ്രൊഫഷണലൈസേഷന് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധി ആയിരുന്നു. ഓം പ്രകാശ് ശർമ്മയുടെ ദി ബാക്ക് സ്റ്റേജ് ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അന്ന് കോൺഗ്രസിനുള്ളിൽ നടന്ന കമ്പ്യൂട്ടർ വൽക്കരണത്തിനും ഡാറ്റ വിശകലനങ്ങൾക്കുമായി കോർപ്പറേറ്റ് ശൈലിയിലുള്ള പൊളിറ്റിക്കൽ മാർക്കറ്റിംഗും പരസ്യതന്ത്രങ്ങളും ഒരുക്കുന്നതിനായി കോൺഗ്രസ് റീഡിഫ്യൂഷൻ എന്ന പരസ്യ ഏജൻസിയെ നിയോഗിച്ചു. അരുൺ നന്ദ, അജിത് ബാലകൃഷ്ണൻ, മുഹമ്മദ് ഖാൻ എന്നീ പരസ്യ മേഖലയിലെ പ്രമുഖർ നയിച്ചിരുന്ന ഈ ഏജൻസി 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള റീഡിഫ്യൂഷന്റെ കടന്നുവരവ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. അതുവരെ ഇന്ത്യയിലെ രാഷ്ട്രീയ പരസ്യങ്ങൾ എന്നാൽ നേതാക്കളുടെ ചിത്രവും പാർട്ടി ചിഹ്നവും ചില ലളിതമായ മുദ്രാവാക്യങ്ങളും മാത്രമായിരുന്നെങ്കിൽ റീഡിഫ്യൂഷൻ വോട്ടർമാരെ ഒരു ആധുനിക ഉപഭോക്തൃ സമൂഹത്തെ പോലെയാണ് സമീപിച്ചത്. അവർ രാജ്യവ്യാപകമായി പത്രങ്ങളിൽ വലിയ പേജ് പരസ്യങ്ങളും വൈകാരികമായ വരികളും ശക്തമായ ചിത്രങ്ങളും ഉപയോഗിച്ച് പ്രചാരണം അഴിച്ചുവിട്ടു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പായതിനാൽ ദേശീയ സുരക്ഷയും രാജ്യത്തിന്റെ ഐക്യവുമായിരുന്നു ഈ പരസ്യങ്ങളുടെ പ്രധാന വിഷയം. ജനങ്ങളിൽ ശക്തമായ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് അവർ ഡിസൈൻ ചെയ്തത്. ഉദാഹരണത്തിന്, രാജ്യത്തിന്റെ അതിർത്തി നിങ്ങളുടെ വീട്ടുപടിക്കലേക്ക് മാറണോ? മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാളോടൊപ്പം ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഭയം തോന്നുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പരസ്യങ്ങളിലൂടെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സുസ്ഥിരമായ ഒരു സർക്കാർ രാജ്യത്തിന് ആവശ്യമാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം പരസ്യ മാർക്കറ്റിംഗ് രംഗത്തെ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്ന രീതിയാണ് രാജീവ് ഗാന്ധി ഇവിടെ പരീക്ഷിച്ചത്. ഇത് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. 1984 തെരഞ്ഞെടുപ്പിൽ ഈ തന്ത്രം വൻ വിജയമായി മാറുകയും കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 404 സീറ്റുകൾ നേടി അധികാരം നിലനിർത്തുകയും ചെയ്തു. ഈ മാറ്റങ്ങളുടെ പ്രതിഫലനം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലകളിലും അധികം വൈകാതെ തന്നെ കണ്ടു തുടങ്ങി. 1990കളിൽ പ്രമോദ് മഹാജൻ എന്ന BJP നേതാവ് രാജീവ് ഗാന്ധി കോൺഗ്രസിൽ തുടക്കമിട്ട മാറ്റങ്ങൾക്ക് മറുപടിയായി BJPയിലും ഈ രീതി തുടങ്ങിവെച്ചു. അക്കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ പരാമർശിച്ചുകൊണ്ട് ദ ബാക്ക് സ്റ്റേജ് ഓഫ് ഡെമോക്രസിയിൽ ഓം പ്രകാശ് ശർമ്മ BJPക്കുള്ളിലെ പ്രൊഫഷണൽ മാറ്റങ്ങൾക്കുള്ള പൂർണ്ണ ക്രെഡിറ്റ് നൽകുന്നത് പ്രമോദ് മഹാജനാണ്. 1990 LK അദ്വാനിയുടെ രഥയാത്രയുടെ സമയത്ത് അത്രയൊന്നും പരിചിതമല്ലാതിരുന്ന ഫാക്സ് മെഷീനുകൾ BJPയുടെ പ്രാദേശിക ഓഫീസുകളിൽ സ്ഥാപിച്ച് മാധ്യമങ്ങൾക്ക് ഓരോ മണിക്കൂറിലും വാർത്തകൾ എത്തിക്കുക എന്നത് മഹാജന്റെ തന്ത്രമായിരുന്നു. അതിലൂടെ മാധ്യമങ്ങളിൽ വാർത്തകൾ സമയാസമയം നൽകാനും രഥയാത്ര ലൈംലൈറ്റിൽ നിർത്താനും BJPക്ക് കഴിഞ്ഞു. പിന്നീട് 2004 BJP കൊണ്ടുവന്ന ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനിലൂടെ ടെലിവിഷനും മൊബൈൽ ഫോണുകളും ഡാറ്റയുമെല്ലാം വോട്ട് പിടിക്കാൻ ഉപയോഗിക്കാമെന്ന് മഹാജൻ തെളിയിച്ചു. വാജ്പേയി സർക്കാരിൽ ടെലികോം മന്ത്രി കൂടിയായിരുന്ന മഹാജൻ പാർട്ടി പ്രവർത്തനങ്ങളിലും ആ കോർപ്പറേറ്റ് ലുക്ക് കൊണ്ടുവന്നു. ഡാറ്റ കൈകാര്യം ചെയ്യാനും റൂട്ടുകൾ പ്ലാൻ ചെയ്യാനും വോട്ടർമാരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാനും പ്രൊഫഷണലുകളെ നിയമിക്കുന്ന ശൈലി BJPയിൽ ശക്തമാക്കിയതും പ്രമോദ് മഹാജനായിരുന്നു. എന്നാൽ അന്നുവരെ കണ്ടതൊക്കെ ചരിത്രമാക്കിക്കൊണ്ട് 2014 ഇന്ത്യ പുതിയൊരു പൊളിറ്റിക്കൽ ഫേസിലേക്ക് കടന്നു. 2014 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതോടെ പൊളിറ്റിക്കൽ കൺസൾട്ടൻസികൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഫാക്ടറായി മാറി. NDA സഖ്യം അധികാരത്തിൽ വരികയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ
മോദിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ കൈകാര്യം ചെയ്തിരുന്നത് ലോകത്തിലെ തന്നെ മികച്ച മാർക്കറ്റിംഗ് പ്രൊഫഷണലുകളായിരുന്നു. പീയൂഷ് പാണ്ഡെ, പ്രശാന്ത് കിഷോർ തുടങ്ങിയവർ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞു. അബ് കി ബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യവും ചായ് പേ ചർച്ചയുമൊക്കെ അവരുടെ ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രചരണം നയിച്ച സിറ്റിസൺസ് ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്ന കൂട്ടായ്മയാണ് പിന്നീട് ഐപാക് അഥവാ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയായി മാറിയത്. 2015 ബീഹാർ ഇലക്ഷനിൽ നിതീഷ് കുമാറിന് വേണ്ടി ഐപാക് വീണ്ടും കളത്തിലിറങ്ങി. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഐപാക്കിന് മുൻപും ശേഷവും എന്നടയാളപ്പെടുത്തേണ്ട നിലയിൽ കാര്യങ്ങൾ മാറുന്നതാണ് പിന്നീട് കണ്ടത്. പ്രത്യയശാസ്ത്രങ്ങൾ നോക്കാതെ പണം വാങ്ങി ഏത് പാർട്ടിക്ക് വേണ്ടിയും തന്ത്രങ്ങൾ മെനയുന്ന ഒരു പ്രൊഫഷണൽ ഏജൻസിയായി ഐപാക് മാറി. ബംഗാളിൽ മമതാ ബാനർജി, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ, ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി, തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ, ഇവർക്കെല്ലാം വേണ്ടി ഐപാക് വിജയകരമായി പ്രവർത്തിച്ചു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ഐപാക്കിനും അടിതെറ്റി. ഐപാക് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത 2 പാർട്ടികളും TMCയും DMKയും കനത്ത പരാജയം ഏറ്റുവാങ്ങി. ബംഗാളിലെ പരാജയത്തിന് പിന്നാലെ TMC നേതാക്കൾ ഐപാക്കിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. ഐപാക് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുവെന്നും നേതാക്കളെ തമ്മിലടിപ്പിച്ചുവെന്നും പാർട്ടി ടിക്കറ്റ് നൽകാൻ 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ആരോപണങ്ങൾ ഉയർന്നു. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് ഐപാക് ഓഫീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്തു. ഈ പ്രതിസന്ധികൾ കാരണം 2027 നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനായി ഉണ്ടാക്കിയിരുന്ന കരാർ സമാജ്വാദി പാർട്ടി റദ്ദാക്കുകയും ചെയ്തു. പ്രതിസന്ധികളിൽ ഐപാക് പതറിയെങ്കിലും ഇന്ന് ഐപാക്കിന് അപ്പുറത്തേക്ക് വളർന്ന ഒന്നാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കൺസൾട്ടൻസി വ്യവസായം. ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച ഏജൻസികളുടെ പേരുകൾ പലതും ആളുകൾക്ക് പരിചിതമാകുന്ന നിലയിലേക്ക് മാറി. അക്കൂട്ടത്തിൽ നമ്മൾ മലയാളികൾ എക്കാലത്തും ഓർമ്മിക്കുന്ന ഒന്നായി മാറിയ ഒരു പേര് കൂടിയുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന സുനിൽ കനഗോലുവും അദ്ദേഹത്തിന്റെ ഇൻക്ലൂസീവ് മൈൻഡ്സും. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു വന്നതിന് പിന്നിലെ പ്രധാന സൂത്രധാരൻ സുനിൽ കനഗോലു ആയിരുന്നു. ജാതി മത സമവാക്യങ്ങൾക്കപ്പുറം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിക്കാൻ കനഗോലു ടീം ഗ്രൗണ്ട് സർവേകൾ നടത്തി. കോൺഗ്രസിന്റെ വിഖ്യാതമായ 5 ഗ്യാരണ്ടികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ജനക്ഷേമ പദ്ധതികളിൽ ഊന്നിയുള്ള തന്ത്രങ്ങളാണ് ഇൻക്ലൂസീവ് മൈൻഡ്സ് കർണാടകയിൽ നടപ്പിലാക്കിയത്. ഇത് വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കനഗോലുവിനെ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ചീഫ് പൊളിറ്റിക്കൽ അഡ്വൈസറായി ഔദ്യോഗികമായി നിയമിച്ചു. ഇപ്പോൾ DK ശിവകുമാർ സർക്കാരിലും അതേ പൊസിഷനിൽ സർക്കാരിന്റെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനായി കനഗോലുണ്ട്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 102 സീറ്റുകൾ എന്ന വലിയ മാർജിനിൽ അധികാരത്തിൽ വന്നതിന് പിന്നിലും സുനിൽ കനഗോലുവിന്റെയും ഇൻക്ലൂസീവ് മൈൻഡ്സിന്റെയും കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ടീം, മീഡിയ ടീം, ഗ്രൗണ്ട് ടീം എന്നിങ്ങനെ ജില്ലകളുടെയും മണ്ഡലങ്ങളുടെയും അടിസ്ഥാനത്തിൽ 60ഓളം പ്രൊഫഷണലുകളാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടം മുതൽ കേരളത്തിൽ ഇതിനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഡേറ്റയിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് സുനിൽ കനഗോലുവും ടീമും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. മാത്രമല്ല, റിപ്പോർട്ടുകൾ പ്രകാരം ഐപാക്കിന് അപ്പുറത്തേക്ക് വളർന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ കൺസൾട്ടൻസി വ്യവസായം പ്രതിവർഷം 1500 കോടിയിലധികം മൂല്യമുള്ള ഒന്നായി കുതിച്ചുയരുകയാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ഉപദേശം നൽകാൻ 100 കോടി രൂപ വരെ ഈടാക്കാമെന്ന പ്രശാന്ത് കിഷോറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഇന്ന് ഈ മേഖലയിൽ പുതിയ പല മാറ്റങ്ങളും വന്നു കഴിഞ്ഞു. ഐപാക്കിൽ നിന്ന് പ്രവർത്തിച്ച് പുറത്തുവന്ന പ്രൊഫഷണലുകൾ പലരും ഇന്ന് സ്വന്തമായി വലിയ കമ്പനികൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരാളാണ് റോബിൻ ശർമ്മ. ഐപാക്കിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ ഇദ്ദേഹം ആരംഭിച്ച ഷോർട്ട് ടൈം കൺസൾട്ടിംഗ് എന്ന സ്ഥാപനമാണ് മേഘാലയയിൽ കോൺറാഡ് സാങ്മയ്ക്കും മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡേക്കും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനു വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞത്. കൂടാതെ അസോസിയേഷൻ ഓഫ് ബില്യൺ മൈൻഡ്സ് അഥവാ ABM, വരാഹ അനലിറ്റിക്സ്, ജാർവിസ് കൺസൾട്ടിംഗ് എന്നീ കമ്പനികൾ BJPയുടെ നേഷൻ വിത്ത് നമോ പോലുള്ള ക്യാമ്പയിനുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസികളാണ്. കോടികൾ വാങ്ങുന്ന ഇത്തരം പ്രൊഫഷണൽ ഏജൻസികളുടെ കടന്നുവരവ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഡീപൊളിറ്റിസൈസ് ചെയ്യുന്നു, അതായത് രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ മൂല്യം ഇല്ലാതാക്കുന്നു എന്ന് കടുത്ത വിമർശനമാണ് നേരിടുന്നത്. വർഷങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ അണികളെയും താഴെത്തട്ടിലുള്ള നേതാക്കളെയും വശത്താക്കി കോർപ്പറേറ്റ് എയർ കണ്ടീഷൻ മുറിയിലിരിക്കുന്ന കമ്പനി ജീവനക്കാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന വിലയിരുത്തലുകളും കേൾക്കാം. എങ്കിലും BJP പോലുള്ള ശക്തമായ സംഘടനാ അടിത്തറയുള്ള പാർട്ടികൾ ഇത്തരം സാങ്കേതികവിദ്യ ഉപയോഗിച്ചാലും അവരുടെ ഹിന്ദു ദേശീയത പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കാറില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിവർഷം 1500 കോടിയിലധികം രൂപയുടെ വിറ്റുവരവിലേക്ക് ഈ ഇലക്ഷൻ മാനേജ്മെന്റ് വ്യവസായം വളരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് എത്രയോ മുൻപ് തന്നെ ഡാറ്റ അനലിറ്റിക്സിലൂടെയും സോഷ്യൽ മീഡിയ നിർമ്മിതികളിലൂടെയും നമ്മുടെ ചിന്തകൾ ഡിസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകാം. മുൻപ് പ്രത്യയശാസ്ത്രങ്ങളുടെയും ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ബലത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് കൃത്യമായ ബിഗ് ഡാറ്റയുടെയും കോർപ്പറേറ്റ് തന്ത്രങ്ങളുടെയും അകമ്പടിയോടെയാണ് ഓരോ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും അണിയറയിൽ തയ്യാറാക്കപ്പെടുന്നത്.
ഇതെല്ലാം ബാക്കി വെക്കുന്നത് ജനാധിപത്യം എന്നത് കേവലം ജനങ്ങളുടെ തീരുമാനമാണോ അതോ കോർപ്പറേറ്റ് ബുദ്ധിയിൽ നിർമ്മിക്കപ്പെടുന്ന തന്ത്രങ്ങളുടെ ഫലമാണോ എന്ന ചോദ്യമാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ സ്വയം എടുക്കാനാണോ അതോ ഇത്തരം ഏജൻസികളാൽ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നതാണോ എന്ന് വരും കാലങ്ങളിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.